പലരുടെയും മൂക്കിന് മുകളിൽ ഒരു വര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? കണ്ണിന് താഴെയുള്ള കറുത്ത നിറം, കണ്ണിന് താഴെയുള്ള ചെറിയ ചെറിയ വരകൾ, മൂക്കിന് മുകളിലുള്ള വരകൾ, ഇതൊക്കെ അലർജി കാരണമാണ് ഉണ്ടാവുന്നതെന്ന് പലർക്കും അറിയില്ല. ഇതിനെല്ലാം സ്കിൻ കെയർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റു പല ട്രീറ്റ്മെന്റോ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കാരണം അലർജിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അലർജി കാരണം മൂക്ക് ചൊറിയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ അധിക ആളുകളും ഇങ്ങനെ മുകളിലേക്ക് ആക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് മൂക്കിന് മുകളിൽ ആ വര ഉണ്ടാവുന്നത്. കണ്ണിന് താഴെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കറുത്ത അടയാളം, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് വര ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കാരണം അവിടെ നമ്മൾ ഈ മൂക്ക് അടഞ്ഞിട്ട് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ബ്ലഡ് പൂൾ ചെയ്യുന്നതാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഈ മൂക്ക് അടഞ്ഞ കാരണം പ്രത്യേകിച്ചും കുട്ടികളിൽ അവർ വായ തുറന്ന് വെച്ചിട്ടാണ് ഉറങ്ങുക. ഇങ്ങനെ വായ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ മസിൽ ടോണ് മാറും, അതോടൊപ്പം തന്നെ പല്ല് പൊങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം ഭാവിയിൽ അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കുന്നതാണ്. സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റ് അല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ ബേസിക് ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ അലർജിയാണ് അവിടെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അലർജി കുറയുന്നതിലൂടെ നമുക്ക് കണ്ണിന് താഴെയുള്ള കറുത്ത അടയാളവും അതുപോലെ തന്നെ മൂക്കിന് വെള്ള വരകളും അതുപോലെ കുട്ടികളുടെ ആ മൗത്ത് ഓപ്പൺ ആയിട്ടുള്ള അവരുടെ ബ്രീത്തിങ് പാറ്റേൺ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.